ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് തടവിൽ ഇളവ് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തന്റെ തത്സമയം ഓർഡറിന്റെ അടിയിൽ ഒപ്പിടും ഒരു കാരണവശാലും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ നിഗമനം. രണ്ടാമത്തത്, ഇത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. നിയമലംഘനം നടത്തി എന്നുള്ളതിന് ഹൈക്കോടതിയിൽ സ്വാഭാവികമായി കൊടുത്തിട്ടുള്ളൊരു വിധി അത് നിൽക്കുകയാണ്. ആ വിധിയെ കൂടി ലംഘിക്കത്തക്ക വിധത്തിലുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ 2 ജീവപര്യന്ത തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യം തുറന്നു പറയും. ഞങ്ങൾ നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നത്. ജയിൽ മാനുവലിന് വിരുദ്ധമാണ്. ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ട് എങ്ങനെയാണ് റെമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ റെമിഷൻ കൊടുക്കാനുള്ള കുറേ ആളുകളുടെ പേര് അവർ റെഡിയാക്കിയിട്ടുണ്ടാകും. ആ സ്വാതന്ത്ര്യ ദിനത്തിനകത്ത് ഇവരെ കൂടി ചേർത്ത് ഇവിടെ ഈ ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആ റെമിഷൻ ഇവർ അർഹരല്ല. ഒരു കാരണവശാലും ഇവർക്ക് റെമിഷൻ കൊടുക്കാൻ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 1200 ആളുകളാണ് ഇവർക്കെതിരായിട്ട് സാക്ഷിമൊഴി കൊടുത്തിട്ടുള്ളത് കോടതിയിൽ ദീർഘകാലമായി നടന്നിട്ടുള്ള നിയമ നടപടികൾക്കകത്ത് ഇവർ ചെയ്ത പ്രവർത്തനത്തെ ഒന്നൊന്നായി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള സാക്ഷികൾക്ക് എന്ത് സംരക്ഷണമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്? അപ്പോൾ ഒരു കുറ്റകൃത്യം, ഒരു കൊലപാതകം, അത് നിഷ്ഠൂരമായ കൊലപാതകം, അതിനെതിരായി നടപടിയെടുക്കുന്നതിന് വേണ്ടി കോടതിയെ തെളിവ് കൊടുത്തിട്ടുള്ള ആളുകളെ കൂടി അവരുടെ സുരക്ഷിതത്വം പോലും ഉറപ്പുവരുത്താതെയാണ് ഗവൺമെൻറ് ഈ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു സംഭവം, ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് പരോള് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു നീക്കം കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് ഈ ജയിലിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ടി.പി. കേസിലെ പ്രതികളെ എല്ലാവരെയും ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകി സംരക്ഷിക്കാനുള്ള ശ്രമമാണോ? അതിനെക്കുറിച്ചാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവരകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്ത് കിടന്നു എന്നുള്ളതല്ലേ കോടതിയുടെ നിഗമനം. മാത്രമല്ല, പരോൾ കൊടുക്കാനായിട്ട് സാധ്യമല്ല. പരോൾ പോലും തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അത് ജയിൽ മാനുവലിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഗവൺമെൻറ് പറയുന്നത്. നിഷ്ഠൂരമായി ഒരു ക്രൂര കൊലപാതകത്തിൽ ഇടപെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പരോൾ കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് വിധി അവിടെ കാലാവധി ഇളച്ചു കൊടുക്കാൻ കഴിയുക? എങ്ങനെയാണ് അവർക്ക് റെമിഷൻ കൊടുക്കാൻ കഴിയുക? ഒരു കാരണവശാലും സാധ്യമല്ലാത്തതാണ്. ഇവിടെ നിയമത്തിൻ്റെ വഴിയിൽ പോകണം. നിശ്ചയമായും ഇത് കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യും. കെ രമയും കുടുംബത്തെയും CPM വീണ്ടും ഇത്തരം നടപടികളിലൂടെ വേട്ടയാടുകയാണെന്നുള്ള ഒരു ആരോപണമുണ്ട്. സ്വാഭാവികമല്ലേ? കാരണം ടി.പി. ചന്ദ്രശേഖരനോട് ചെയ്തതുപോലെയുള്ള പ്രവർത്തനം ഇവിടെ നിശ്ചയമായിട്ടും കെ രമയുടെ കുടുംബത്തോട് ഉണ്ടാകുമല്ലോ. ആ കുടുംബത്തിൻ്റെ നാഥനെയല്ലേ 51 വെട്ടി കൊന്നത്? സ്വാഭാവികമായി ഇതുപോലുള്ള ഭയപ്പാട് അവർക്കുണ്ടാകില്ലേ? എൻ്റെ കൂടുതൽ ഭയപ്പാട്, 1200 ആളുകൾ മൊഴി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അവരെ അന്ന് ഞങ്ങൾ പിന്നെ കാണാം എന്ന് കോടതി മുറിയിൽ വെച്ച് തന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതാണ്. ഇവർ പുറത്തോട്ട് സ്വതന്ത്രമായി ഇറങ്ങി വന്നാൽ അവർക്കെന്ത് സംരക്ഷണമുള്ളത്? ഈ മൊഴി കൊടുത്തിട്ടുള്ള 1200 കുടുംബങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്വാഭാവികമായി ഈ വിധിയിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നിയമപരമായും രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ നേരിടുമെന്ന് കെ രമ പ്രതികരിച്ചു. അതിൽ കോൺഗ്രസിന്റെ ഒരു പിന്തുണ എങ്ങനെ ഉണ്ടല്ലോ? കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അന്നത്തെ ആഭ്യന്തര വകുപ്പും ആണ് ഈ കാര്യത്തിനകത്ത് എല്ലാം ശക്തമായി അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ തുടരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് പിന്നാലെ പാർട്ടിയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം LDF പറഞ്ഞത് തിരുത്തലുകൾ ഉണ്ടാകും, സർക്കാരിൽ ഇനി പാർട്ടി ആയിരിക്കും കാര്യങ്ങൾ നയിക്കുമെന്നാണ്. പക്ഷെ ഇങ്ങനെയാണ് തിരുത്തലുകൾ നടത്തേണ്ടത്. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക വരും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക്
ശിക്ഷ ഇളവ് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം നിയമവിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടതി വിധിയുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. നിയമപരമായി നേരിടും, കോടതിയിൽ ചോദ്യം ചെയ്യും എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.